അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ രാവിലെ ഇല്ലേ ഞാനില്ലേ വോട്ട് ചെയ്യാൻ പോയ കാഴ്ചയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ പോയിട്ട് ഞാൻ ഫസ്റ്റ് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ പറ്റിയില്ല മക്കളെ, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ തന്നെ. കാരണം ഒരുപാട് ജോലിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കിത് ഓഫാണ് ഇലക്ഷനായിട്ട്, പക്ഷേങ്കിൽ നമുക്ക് വേറെ കുറേ ജോലികൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പോയത് കേട്ടോ. രാവിലെ ഫസ്റ്റ് വോട്ട് എന്നൊരു ആഗ്രഹമുണ്ട്, അതോടൊപ്പം വേറെയും കുറേ ജോലികളുണ്ട്. അതുകൊണ്ടാണ് ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് എൻ്റെ ജോലി. കുറേ ദിവസമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമാണിത്. ഇലക്ഷൻ അന്ന് ചക്ക പൊയിങ്ങാം, ഇലക്ഷൻ അന്ന് ചക്ക പൊയിങ്ങാം. കാരണം ഇലക്ഷൻ അന്ന് എനിക്ക് കൊറിയർ ഓഫീസ്, പോസ്റ്റ് ഓഫീസ് ഒന്നും ഉണ്ടാവില്ല. അന്ന് എനിക്ക് പാക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം അയച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് ചക്കപ്പണി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചതാണ് ഈ ഒരു ചക്ക. കാരണം ചക്ക കുറേ ദിവസമായി ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാവം എൻ്റെ ഉമ്മ കൈവേദനയായിട്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ചക്ക മുറിക്കുന്നത് കണ്ട് നിങ്ങൾ ചിരിക്കരുത്. എൻ്റെ തൊട്ടടുത്തിരുന്നുണ്ട് എൻ്റെ ഉമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മുറിക്കുന്നുണ്ട്. ചക്കയെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കാന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഞാൻ മുറിക്കുന്നത്. പക്ഷേ എന്തും അങ്ങനെയാണ്, നമ്മൾ ചെയ്ത് വരുമ്പോഴല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവാണ്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നന്നായിട്ട് മുറിച്ചോളൂ, അതെനിക്ക് ഉറപ്പുണ്ട്. അറിയല്ലേ, ഒന്ന് ചെയ്ത് നോക്കണം. കാരണം എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് വരും. ഞാൻ ഫസ്റ്റ് ടൈം മുറിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചക്കയുടെ പണിയൊക്കെ ഉമ്മ ചെയ്ത് തരും. നമ്മൾ പിന്നെ അത് ഗ്യാസിൽ നിന്ന് ചക്ക വറുക്കുക, പുഴുങ്ങുക അങ്ങനെ അതങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ പ്രാവശ്യം ഗ്യാസും ഇല്ല, നമുക്ക് അടുപ്പം തന്നെ കുക്ക് ചെയ്യും വേണം. അപ്പോൾ പിന്നെ ചക്കേനെ തുണ്ടമായി ഞാനൊരു 10-15 വെട്ടി ചക്ക 2 കഷ്ണമായി കിട്ടി. അൽഹംദുലില്ലാ, സമാധാനമായി. ഇനിയിപ്പോൾ ഇതിന് 4 കഷ്ണമാക്കണ്ടേ, അതിനും വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഓരോ വെട്ടും ഞാൻ വെട്ടുമ്പോൾ സൈഡിൽ ഇത് ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ കൂടെ എന്തിനും പറ്റും. ശരിയാണ്, 10-63 വയസ്സുള്ള ഉമ്മ കഴിഞ്ഞ എന്താ പറയുക വർഷം വരെ നമുക്ക് ഈ ചക്ക എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. ആ ഉമ്മക്കാണ് ഈ വർഷം ചക്കേനെ മുറിക്കാൻ പറ്റാത്ത കൈവേദന കാരണം. കൈവേദന, കാലുവേദന, ഷുഗർ കൂടുതൽ, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഉമ്മ ഇങ്ങനെ സൈഡായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഉമ്മക്ക് ചക്ക തിന്നാൻ ആഗ്രഹമുണ്ട്, അതോടൊപ്പം എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഈ ഒരു ഭാഗം അവളുടെ ലിസ്റ്റിലേ ഇല്ലാത്തതാണ്. അവൾ വരില്ല, ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് കഴിച്ചു പോകും. അവൾക്ക് അത്രേ ഇഷ്ടമുള്ളൂ, പക്ഷേ മെനക്കെടവും ഇല്ല. പക്ഷേ എനിക്ക് മെനക്കെട്ടാലും എനിക്ക് തിന്നണം. വർഷത്തിൽ എനിക്ക് ചക്ക പുഴുങ്ങിയത് കഴിക്കണം, ചക്ക വറുത്തത് കഴിക്കണം, പഴുത്ത ചക്ക കഴിക്കണം. അതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അത് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഉമ്മാട് കുറേ ദിവസമായി പറഞ്ഞു ഇലക്ഷൻ്റെ ഡ്യൂട്ടീൻ്റെ അന്ന് ഇലക്ഷൻ്റെ ഓഫിൻ്റെ അന്ന് നമുക്ക് ചെയ്യാം ഉമ്മ, അന്നേക്ക് മാറ്റി വെക്കാം. അങ്ങനെ കാർണോറ വീട്, അതായത് മാമൻ്റെ വീട്, അവിടെ നിന്ന് കൊണ്ടുത്തന്ന ചക്കയാണിത്. നമ്മളെ ചക്ക നല്ല പഴുത്ത നല്ല ചക്ക കേട്ടോ, വരിക്കച്ചക്ക. അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല, അത് മൂത്തിട്ടുമില്ല, അതാണ് സംഭവം. അതൊരു അടുത്ത മാസത്തൊക്കെ അത് സെറ്റാവുള്ളൂ. നമുക്ക് പുഴുങ്ങിയാണെങ്കിൽ നല്ല മൂത്ത ചക്ക വേണമെന്ന് ഉമ്മ പറഞ്ഞത്. നല്ല മൂത്ത ചക്കയാണ്. അങ്ങനെ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എന്നെ ഹെൽപ്പാക്കാൻ എൻ്റെ ഉമ്മയും കൂടി വന്നിരുന്ന്, ഒന്നിനും കയ്യില്ലാന്ന് പറഞ്ഞ് ഉമ്മ മുറിച്ചിട്ട് തരുന്നുണ്ട്. ഞാനാണിത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കിയേനെ. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. കാരണം ഈയല്ലോ ഇങ്ങനത്തെ പണിയൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ഉമ്മ ഇത് മുറിച്ചിട്ട് തന്ന് ഞാൻ കുരു ചുണങ്ങാന്ന് പറയില്ലേ, അതായത് കുരു വൃത്തിയാക്കി എടുക്കുക, ചക്കക്കുരു അത് വൃത്തിയാക്കി. പക്ഷെ നല്ല കുരു, നല്ല ചക്കച്ചോളയേനെ. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ബീഫ് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചക്ക കഴുകരുതെന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ ചക്ക കഴുകിയിട്ടാണ് പിന്നെ ഇടുള്ളൂ. പക്ഷേ ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം കഴുകേണ്ടടി, ഒരു പ്രാവശ്യം മാത്രം കഴുകിയാൽ മതി എന്നുള്ള. എനിക്ക് പിന്നെ അവിടെ വല്ല വെച്ച് കട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് പിന്നെ 2-3 പ്രാവശ്യം കഴുകി അതിനൊരു വഴിക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല കുടുക്കയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് കുടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവാം, മൺകലം. അപ്പോൾ അതിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി ഭാഗത്ത് സംശയം ചോദിക്കണ്ട. അപ്പോൾ അതിലിട്ടിട്ട് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് കുറച്ച് നല്ലോണം വെളുത്തുള്ളി ഇട്ടിട്ട് വേവിക്കുക. ഇനിയിപ്പോൾ ഗ്യാസ് കയറിയിട്ട് കൊണ്ടുപോകാനാക്കണ്ട. അങ്ങനെ അത് വേവിച്ചിട്ട് എൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ഇതിങ്ങനെ കഴിക്കും. പിന്നെ റബ്ബേ, എനിക്ക് ആസിഡിറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചക്കയൊക്കെ കഴിച്ചാൽ നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതൊക്കെ ഒരു വൈക്കാട് നിൽക്കും, എന്നാൽ നമ്മൾ കഴിക്കാണ്ടിരിക്കൂല, അതാണ്. അങ്ങനെ അത് വേവുന്ന സമയം കൂടെ നമുക്കില്ല തേങ്ങ ചിരകിയെടുക്കുക. ഒരു മുറി തേങ്ങ വേണം ഇതിലേക്ക്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ചെറിയ ഉള്ളിയും ഒക്കെ അത് ക്രഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങ ചിരകലും വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ തേങ്ങയൊക്കെ ഞാൻ ഈസിയായി ചിരകുക. ചക്ക മുറിക്കാനിടാം കുറച്ച് മടിയുള്ളൂ. മടിയല്ല, അത് ഞാൻ പറഞ്ഞല്ലോ വല്ലപ്പോഴും ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെ. ഉമ്മ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മൺകലായതുകൊണ്ട് തന്നെ, അതായത് കുടുക്കയായതുകൊണ്ട് തന്നെ അടിയിലേക്ക് വേഗം പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ ഇതിലെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കാമെന്നൊന്നും അറിയില്ല. പിന്നെ പൊട്ടിപ്പോന്നുള്ള പേടിയില്ല എനിക്കുണ്ടേന്. അങ്ങനെ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ട് നമ്മുടെ ബീഫിൻ്റെ മജ്ജ ഞാനുണ്ട് അത് കാണിക്കാൻ വിട്ട്, അത് ഒക്കെ സെറ്റാക്കി വെച്ച് കിട്ടി ഈ ചക്കയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ട്, പക്ഷെ നല്ല ചക്കട്ടാ, വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ മാഷായിട്ട് കുരുവൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ പൊടിയായിട്ടുള്ള കുരുവൊക്കെ ആയിരുന്നു.
അപ്പോൾ വേഗം ഇതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിലേക്ക് അടിക്കുമ്പോൾ കുടുക്കയൊക്കെ പൊട്ടിപ്പോവും, എങ്ങനെയാ സെറ്റാക്കി എടുക്കാമെന്ന്. കാരണം ചെമ്പിൽ വെച്ചാൽ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ പിന്നെ തേച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമുക്ക് അടുപ്പിൽ കുക്ക് ചെയ്താൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കാമെന്നല്ലേ. നമ്മളെ സംബന്ധിച്ചത് പാത്രങ്ങൾ വെട്ടിത്തിളങ്ങണം കിച്ചണിലേക്ക് കയറണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതൊരു ശീലമില്ല അങ്ങനെ കരി പിടിച്ച പാത്രങ്ങളൊന്നും കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം അടുപ്പത്ത് വെക്കേണ്ട പാത്രങ്ങളൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടാണുള്ളത്. കാരണം കരി ഓവറായിട്ട് പോക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു, പിന്നെ മൺകലത്തിൽ നമ്മളിപ്പോൾ എന്ത് കുടുക്കയിലും ചട്ടിയിലെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ അലുമിനിയം പാത്രത്തിലൊന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേങ്കിൽ ഉപയോഗിക്കാൻ അറിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലാക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ്, പക്ഷേങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, അരിയത്തൊരാൾ നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഓരോ ദിവസം അടുപ്പ് കത്തിക്കുമ്പോൾ ഇതന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. കാരണം എനിക്കൊന്നും ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ പുക കൊണ്ട് എന്തൊരു തലവേദനയായിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയേനു. അപ്പോൾ അങ്ങനെ ചക്ക നല്ലപോലെ സെറ്റാക്കി ഉമ്മ 2-3 പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറച്ച് ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ. അങ്ങനെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റി അത് മസാലപ്പൊടികൾ ഇട്ടിട്ട് ബീഫ് വെള്ളം ഒഴിക്കാണ്ട് അതിൽ തന്നെ വെന്ത് വന്നിട്ട് നമുക്ക് ബീഫ് അങ്ങനെ ഞാൻ വരട്ടിയെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ അടിപിടി എന്ന് പറഞ്ഞു. ചക്ക ഏകദേശം വന്ന് നല്ല വെയിലിന് ചൂട് വന്ന്, പിന്നെ എനിക്ക് പുകയുടെ ആ ഒരു ഇതും ഒക്കെ കൂടി തലവേദന. പിന്നെ കറിയൊന്നും ഉണ്ടാക്കുന്നത് ശരിക്കായിട്ട് എടുക്കാനൊന്നിനും കഴിഞ്ഞിട്ടില്ല. ഞാൻ അടിപിടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മല്ലി, മുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഗരം മസാല അത്രയും ഇട്ടിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ മിക്സിയിൽ ക്രഷ് ചെയ്ത് അതും ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുത്തതിൽ കറിവേപ്പിലൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ ബീഫ് ഇട്ട് എന്തൊക്കെ കനലും വന്ന് അങ്ങനെ അങ്ങ് വന്നോട്ടെ. ബീഫിൽ നിന്ന് വെള്ളം ഇഷ്ടം പോലെ ഇറങ്ങി വരും. പിന്നെ പക്ഷേ അടുത്ത് വേണം കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ സ്ലോ കുക്ക് എന്ന് പറഞ്ഞാൽ കുക്കറിൽ വെച്ചിട്ട് സ്ലോയിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുത്താൽ തന്നെ ബീഫിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ വേവിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ ചക്ക പ്ലേറ്റിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ ആ ബീഫ് കറി ഒഴിച്ച് ആ മജ്ജ എടുത്ത് നമ്മൾ അച്ചാറില്ലേനോ, മാങ്ങ അച്ചാർ, അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മജ്ജ കറക്റ്റ് കിട്ടീന്. അത് ചക്കയിലേക്ക് കുഴച്ച് തിന്ന് അടിപൊളി മസ്റ്റർ കേട്ടോ, ചക്കയും ബീഫും കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ചക്ക ഉണ്ടെങ്കിൽ ബീഫ് കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ആ ഒരു അച്ചാർ രക്ഷയില്ല. അച്ചാർ ട്രൈ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, എന്നാലും ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാർ മാങ്ങ കിട്ടുമെങ്കിൽ കുറച്ച് കിസ്മിസും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി കറക്റ്റ് ഷെഡ്യൂളൊക്കെ ആക്കി നമ്മളെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.